ഇത്തവണ ഐ ലീഗ് ചാമ്പ്യന്മാരായിട്ട് ഗോകുലം കേരള എഫ് സി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രവേശിക്കുമോ എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇതുവരെയുള്ള ആശങ്കകളിലൊന്ന്. ഈ ഒരു സീസണിൽ ഉടനീളം അത്തരത്തിലൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ പറയും അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സീസണിൽ ഗോകുലത്തിനെ കൊണ്ട് അതിന് പറ്റില്ല. ഈ സീസണിൽ ഏതർ ചർച്ചിൽ ബ്രദേഴ്സ് ഓർ ഇന്റർകാഷിയോ ചർച്ചിൽ ബ്രദേഴ്സോ ആയിരിക്കും ഇത്തവണ ഐ ലീഗ് ചാമ്പ്യന്മാരായി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രവേശിക്കുക എന്നായിരുന്നു നമ്മൾ ഇതുവരെയും വിശ്വസിച്ചത്. പക്ഷേ അവസാന മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സും പിന്നെ നമ്മുടെ ഇന്റർകാഷിയും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരം വളരെ വിവാദമായിട്ടുള്ള ഒരു സമനിലയിൽ അവസാനിച്ചു. ഇന്റർകാഷിയുടെ കയ്യിലിരുന്ന വിജയവും ISLിലേക്കുള്ള പ്രവേശനവുമാണ് അവസാന നിമിഷം തട്ടിമാറ്റപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്റർകാഷി ഏകദേശം ചിത്രത്തിൽ നിന്നും പൂർണ്ണമായിട്ട് പുറത്തേക്ക് പോയി എന്ന് പറയുന്നതായിരിക്കും ശരി. ഇനി അവിടെ അവശേഷിക്കുന്ന രണ്ട് സാധ്യതകൾ ചർച്ചിൽ ബ്രദേഴ്സും പിന്നീട് തുടക്കത്തിൽ നമ്മൾ പോലും എഴുതി തള്ളിയിരുന്ന നമ്മുടെ ഗോകുലം കേരളയുമാണ്. ഗോകുലം കേരളയെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ മത്സരം വിജയിക്കുക മാത്രം പോരാ ISLിലേക്ക് പ്രവേശിക്കാൻ. ലാസ്റ്റ് മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് റിയൽ കാശ്മീർ എഫ് സിയോട് പരാജയപ്പെടുക കൂടി ചെയ്യണം. ചർച്ചിൽ ബ്രദേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റിയൽ കാശ്മീർ എഫ് സിക്കെതിരെ അവർക്കൊരു സമനിലയെങ്കിലും നേടാൻ കഴിഞ്ഞാൽ ഇത്തവണത്തെ ഐ ലീഗ് ചാമ്പ്യന്മാരായി അവർക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രവേശിക്കാൻ കഴിയും. കാരണം 39 പോയിന്റാണ് നിലവിൽ ആർക്കുള്ളത്? ചർച്ചിൽ ബ്രദേഴ്സിനുള്ളത്. രണ്ടാൾക്കും ഒരു മത്സരം ബാക്കിയുണ്ട്. ഗോകുലം കേരള എഫ് സിക്കും ഒരു മത്സരം ബാക്കിയുണ്ട്. ഗോകുലം കേരള എഫ് സിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 37 പോയിന്റ് ഉണ്ട്. അവസാന മത്സരം കളിക്കുന്നത് ഡംബോ ഗോവയ്ക്കെതിരെയാണ്. ഡംബോ ഗോവ ഗോകുലത്തിന്റെ കരുത്ത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന ദുർബലരായതുകൊണ്ട് തന്നെ ഡംബോ ഗോവയെ പരാജയപ്പെടുത്തി 40 പോയിന്റ് എന്ന ഫിഗറിലേക്ക് എത്തി ഐ ലീഗ് ചാമ്പ്യന്മാരായി ISLിലേക്ക് പ്രവേശിക്കാൻ ഗോകുലത്തിന് കഴിയും. അതേസമയം 39 പോയിന്റുമായിട്ട് ചർച്ചിൽ ബ്രദേഴ്സ് അവിടെ കഴുകനെ പോലെ കാത്തിരിക്കുകയാണ്. അവരുടെ മുന്നിലേക്ക് വരുന്നത് റിയൽ കാശ്മീരാണ്. ആ റിയൽ കാശ്മീർ ചർച്ചിലിനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഗോകുലമായിരിക്കും ഇത്തവണ ISLിലേക്ക് പ്രവേശിക്കുക. ഗോകുലത്തിന് ISLിൽ പ്രവേശിക്കാൻ എന്ത് വേണം എന്നുള്ള ചോദ്യത്തിന് അവസാന മത്സരത്തിലെ വിജയവും ചർച്ചിൽ ബ്രദേഴ്സിന്റെ പരാജയവുമാണ് ആവശ്യം. ഇനിയിപ്പം റിയൽ കാശ്മീരിനും വേണമെങ്കിൽ കയറാം. പക്ഷേ അവർ അത്രയും വലിയ മാർജിനിൽ ആരെ പരാജയപ്പെടുത്തണം? നമ്മളുടെ ഗോകുലം കേരളയെ പരാജയപ്പെടുത്തണം. ഗോകുലത്തിനല്ല, ചർച്ചിൽ ബ്രദേഴ്സിനെ പരാജയപ്പെടുത്തണം. അത്ര വലിയ മാർജിനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഒരു സ്ലൈറ്റ് തോൽവിയെങ്കിലും ചർച്ചിൽ ബ്രദേഴ്സിന്റെ മേൽ റിയൽ കാശ്മീരിന് നേടാൻ കഴിഞ്ഞാൽ, ഗോകുലം ഡംബോയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തവണ ISLിലേക്ക് ഗോകുലം കയറും.